നെട്ടയത്തെ സംഘർഷത്തിൽ അവധിയിൽ പോയ ആരോപണ വിധേയനായ CI മുൻപേ പ്രശ്നക്കാരനാണ്. SHO AC വിപിനെ ഇയാൾക്കെതിരെ മുൻപും നടപടിയെടുത്തിട്ടുണ്ട്. 2017-ൽ SI ആയിരിക്കെ കസ്റ്റഡി അതിക്രമത്തിനാണ് നടപടിയെടുത്തത്. എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ യുവാക്കളെ അടിവസ്ത്രത്തിൽ നിർത്തുകയായിരുന്നു. ലോക്കപ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ഇത് വലിയ വിവാദമാവുകയും ചെയ്തതാണ്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഇടപെട്ടതോടെ സ്ഥലം മാറ്റുകയും ചെയ്തു. ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഗോകുൽ, അപ്പോൾ ഇതാദ്യമായിട്ടല്ല, വലിയ പ്രശ്നക്കാരനാണ്, സ്ഥിരം പ്രശ്നക്കാരനാണ്, വിവാദങ്ങൾ ഉണ്ടാക്കാൻ മിടുക്കനാണ് അല്ലേ? തീർച്ചയായും. എന്തായാലും 2017-ലെ ഒരു വിവരം കൂടിയാണ് പങ്കുവയ്ക്കാനുള്ളത്. 2017-ൽ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ പോലീസുകാരനായിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ യുവാക്കളെ അകാരണമായി പിടിച്ചുകൊണ്ടുപോവുകയും ലോക്കപ്പിൽ അർദ്ധനഗ്നരായി നിർത്തുകയും ചെയ്തുള്ളത്. അടിവസ്ത്രത്തിൽ മാത്രം നിർത്തുകയും ചെയ്തു. തുടർന്ന് പോലീസ് കംപ്ലൈന്റ് സെൽ അതോറിറ്റിയാണ് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ യുവാക്കളെ പിന്നീട് വിടുന്ന കാര്യത്തിലേക്കും ഘട്ടത്തിലേക്കുമൊക്കെ നടന്നതെന്നുള്ളതാണ്. എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ സംഘർഷത്തിൽ, നെട്ടയം സംഘർഷത്തിൽ ചില വിലയിരുത്തലുണ്ടായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തലിൽ ഈ വിപിൻ അടക്കമുള്ള SHO അടക്കമുള്ള ആളുകൾക്ക് വലിയ വീഴ്ചയുണ്ട്. ഈ വിഷയം നേരത്തെ തന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ചില്ല തുടങ്ങിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടെന്നുള്ളത്. BJP ആദ്യം മുതലേ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വിപിൻ്റേതടക്കം ചില പോലീസ് ഉദ്യോഗസ്ഥരുടേത് രാഷ്ട്രീയ നിയമനമാണ്. അത്തരത്തിൽ ഈ രാഷ്ട്രീയ നിയമനം നടത്തിക്കൊണ്ട് CPM പ്രാദേശിക നേതൃത്വത്തെ സഹായിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തിയ നീക്കമാണ് തുടങ്ങിയവയായിരുന്നു BJPയുടെ ഈ ആരോപണം. എന്തായാലും SHO വിപിൻ ഇപ്പോൾ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ അവധി പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നിർദ്ദേശപ്രകാരമാണ് അവധിയിൽ പോയത് എന്നുള്ളതാണ് പറയുന്നത്. അതേസമയത്ത് തന്നെ വിപിൻ പറയുന്നത് അത്തരത്തിൽ അവധിയിൽ പോകാനുണ്ടായ കാരണം നെട്ടയം സംഘർഷത്തിൽ തനിക്കേറ്റ പരിക്കിനെ തുടർന്നാണ് അവധിയിൽ പ്രവേശിച്ചതെന്നുള്ളതാണ്. ഏതായാലും വിപിൻ നിരന്തര പ്രശ്നക്കാരനാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം 2017-ൽ ഇത്തരത്തിൽ അകാരണമായി യുവാക്കളെ പിടിച്ചുകൊണ്ടുപോവുകയും സ്റ്റേഷനിൽ മർദ്ദിക്കുകയും അതുമാത്രമല്ല ഈ അർദ്ധനഗ്നരായി നിർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നതാണ്. അന്ന് മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ തന്നെ വാർത്തയാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റം അടക്കം നേരിട്ട വ്യക്തിയാണ് വിപിൻ എന്നുള്ളതാണ്. എന്തായാലും വിപിനെ സംബന്ധിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നുവെന്നുള്ളതാണ്. ഈ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ്. വിപിനെതിരെ കൃത്യമായി നടപടി ഉണ്ടാകണമെന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിപിൻ മാറി നിൽക്കുന്നതെന്നുള്ളതാണ് സൂചന. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ നെട്ടയം വിഷയമടക്കം പഠിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് മുൻപിലേക്ക് വരികയാണ്. അപ്പോൾ തീർച്ചയായും നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം പോലീസിൻ്റെ ഈ അടുത്ത കാലത്തെ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ വട്ടിയൂർക്കാവ് SHO അടക്കം വിപിൻ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ ഈ സംഘർഷത്തെ ലഘൂകരിക്കാൻ അല്ലെങ്കിൽ സാധൂകരിക്കാൻ നടത്തുന്ന തരത്തിൽ ചില വിഷയങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും SHOയ്ക്ക് അടക്കം ഈ വിഷയത്തിൽ പങ്കുണ്ട്. ഈ വിഷയം വലിയ രീതിയിൽ തന്നെ നെട്ടയം വിഷയത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ഗുരുതരമാക്കുകയും തീർത്തതിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ SHO അടക്കമുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ പോലീസ് റിപ്പോർട്ടുള്ളത്. ശരി, ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്. SHO AC വിപിൻ ഒരു സ്ഥിരം പ്രശ്നക്കാരനാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.